ഇന്ത്യയിലെ ഏറ്റവും വിലക്കുറവുള്ള 4G വോൾട്ടി ഫോൺസ് ലോഞ്ച് ചെയ്യാൻ റിലയൻസ് ജിയോ തയ്യാറെടുക്കുന്നു എന്ന വാർത്തയാണ് അടുത്തതായി ടെക്നോളജി വാർത്തകളിൽ നൽകാനുള്ളത്. വെറും 1000 രൂപ വില നിലവാരത്തിലാണ് ഈ വോൾട്ടി ഫോൺസ് എത്തുന്നത്. ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് അടുത്ത വർഷത്തെ, അതായത് 2017 ആദ്യ ത്രൈമാസത്തിൽ തന്നെ ഈ ഫോൺസിൻ്റെ ലോഞ്ച് ഉണ്ടാകും. വോൾട്ടി ടെക്നോളജി എന്ന് പറഞ്ഞാൽ വോയിസ് കോൾസും ഇൻ്റർനെറ്റും ഒന്നിച്ച് ബീം ചെയ്യുന്ന ടെക്നോളജി എന്ന് വേണമെങ്കിൽ ലളിതമായി പറയാം. ഏതായാലും റിലയൻസ് ജിയോയുടെ ആവിർഭാവത്തോടെ വോൾട്ടി ഫോൺസിന് വളരെയധികം ആരാധകരാണ് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ വളരെയധികം ഉപഭോക്താക്കളാണ് ഈ ഒരു ടെക്നോളജിയിലേക്ക് ആകർഷിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വോൾട്ടി ഫോൺസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ രംഗത്തെത്തിക്കുക. ഇതിനു മുമ്പ് തന്നെ ലൈവ് സീരീസിലൂടെ 4Gയിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ റിലയൻസിന് കഴിഞ്ഞിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോൾ വോൾട്ടി ഫോൺസിലേക്ക് ജിയോയുടെ ശ്രദ്ധ പതിയുന്നത്. അടുത്ത വർഷത്തെ ആദ്യ ത്രൈമാസത്തിൽ തന്നെ 1000 രൂപ വില നിലവാരത്തിലുള്ള വോൾട്ടി ഫോൺസ്, സ്മാർട്ട് ഫോൺസ് എത്തിക്കാനാണ് ശ്രമം. 4.5 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ച് ഈ രണ്ട് സ്ക്രീൻ സൈസുകളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും എത്തുക ഈ ഫോൺ എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. റിലയൻസിൻ്റെ ക്ഷണമനുസരിച്ച് റിലയൻസിൻ്റെ കോർപ്പറേറ്റ് സെൻറ്ററിൽ, മുംബൈയിലെ കോർപ്പറേറ്റ് സെൻറ്ററിൽ 4Gക്ക് സന്ദർശിക്കാൻ കഴിഞ്ഞിരുന്നു. അവിടെ നിന്ന് ലഭിച്ച വിവരങ്ങളനുസരിച്ച് റിലയൻസ് ജിയോ എന്ന പ്ലാറ്റ്ഫോമിന് അനുയോജ്യമായ തരത്തിൽ ഒരു 4G പ്ലാറ്റ്ഫോമാണ് റിലയൻസ് ജിയോ എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിന് കോമ്പാറ്റിബിളായിട്ടുള്ള തരത്തിൽ ഒരുപാട് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്വാധീനിക്കുന്ന, അല്ലെങ്കിൽ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന തരത്തിലുള്ള പല സർവീസുകളാണ് റിലയൻസ് ജിയോ പ്ലാൻ ചെയ്യുന്നത്. ഹോം ഓട്ടോമേഷൻ തുടങ്ങി സ്മാർട്ട് ക്ലാസ് റൂംസ്, ഒപ്പം കണക്റ്റഡ് കാർ, ഒപ്പം ഈ വോൾട്ടി ടെക്നോളജി അനുസരിച്ചുള്ള വോയിസ് കോളിംഗ് പ്ലസ് ഇൻ്റർനെറ്റ് ഒരുമിച്ച് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ടെക്നോളജി, ഇത്തരത്തിലുള്ള വിവിധ സർവീസുകളെ ഒരു കുടക്കീഴിൽ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് ജീവിതത്തിൻ്റെ സകല മേഖലകളിലും സമസ്ത മേഖലകളിലേക്കും എത്തിച്ചേരാൻ കഴിയുന്ന തരത്തിലൊരു വലിയ പദ്ധതിക്കാണ്, മാസീവായിട്ടൊരു പദ്ധതിക്കാണ് റിലയൻസ് ജിയോ ഇപ്പോൾ തുടക്കമിടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വോൾട്ടി ഫോൺസ് ഇപ്പോൾ റിലയൻസ് ജിയോ അടുത്ത ത്രൈമാസത്തിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. റിലയൻസ് ജിയോയുടെ ചുവട് പിടിച്ച് മറ്റ് പ്രമുഖ ഫോൺ നിർമ്മാതാക്കളും ഒപ്പം തന്നെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സും ഈ രംഗത്തേക്ക് കുറഞ്ഞ പ്രൈസിൽ, കുറഞ്ഞ വിലയ്ക്ക് മികച്ച സർവീസുകൾ നടക്കുന്ന ഇത്തരത്തിലുള്ള വോൾട്ടി ഫോൺസ് അടക്കമുള്ള പ്രോഡക്ട്സുമായിട്ട് എത്തിച്ചേരും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. എന്നാലും മറ്റു ചില വിവരങ്ങൾ കൂടി ഈ വാർത്തയോട് കൂട്ടിച്ചേർക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് റിലയൻസിൻ്റെ അടുത്ത ത്രൈമാസത്തിൽ, അല്ലെങ്കിൽ അടുത്ത വർഷത്തെ ആദ്യ ത്രൈമാസത്തിൽ പുറത്തിറക്കാൻ പോകുന്ന 4G വോൾട്ടി സ്മാർട്ട് ഫോൺസിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഏകദേശം ഇങ്ങനെയായിരിക്കും. ഒരു സ്പൊട്ടൻ 9820 പ്രോസസ്സറായിരിക്കും ഉണ്ടാവുക. 2GB റാം ആയിരിക്കും ഈ ഫോണിന് ഉണ്ടാവുക. ഒരു 16GB ഇൻറ്റേർണൽ സ്റ്റോറേജ് പ്ലസ് ഒരു 8MB റിയർ ക്യാമറ, ഒപ്പം ഒരു 5 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയും ഇത്തരത്തിലായിരിക്കും ഇപ്പോൾ പറഞ്ഞു കേൾക്കപ്പെടുന്ന, അല്ലെങ്കിൽ റിലയൻസ് ജിയോ സ്ഥിരീകരിച്ചില്ല, പക്ഷേ പല സോഴ്സസിൽ നിന്നായി നമുക്ക് കിട്ടുന്ന വിവരം ഇങ്ങനെയാണ്. ഇക്കഴിഞ്ഞ ആഴ്ച വാട്സപ്പ് ലോഞ്ച് ചെയ്ത അവരുടെ ഏറ്റവും പുതിയ ഫീച്ചറായ വാട്സപ്പ് വീഡിയോ കോളിംഗ് ആദ്യ ദിവസങ്ങളിൽ മികച്ച പ്രതികരണമാണ് നേടുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലെ പുവർ കണക്ടിവിറ്റിയാണ്, അല്ലെങ്കിൽ കുറഞ്ഞ സ്പീഡുള്ള ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയാണ്. ആ രാജ്യങ്ങളിൽ പോലും മികച്ച പ്രതികരണമാണ് വാട്സപ്പ് കോളിങ്ങിന്, അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ വീഡിയോ കോളിങ്ങിന് ലഭിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും കുറഞ്ഞ ഇൻ്റർനെറ്റ് സ്പീഡിൽ പോലും മികച്ച രീതിയിൽ വർക്ക് ചെയ്യുന്ന വാട്സപ്പ് വീഡിയോ കോളിംഗ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ വാട്സപ്പിന് കൂടുതൽ ഇപ്പോൾ തന്നെയുള്ള മേധാവിത്വം, അല്ലെങ്കിൽ കുത്തക കൂടുതൽ ശക്തമാക്കാൻ തന്നെ പ്രയോജനപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ആപ്പിൽ ഇതിനനുസരിച്ചുള്ള വീഡിയോ കോളിംഗ് അപ്ഡേറ്റ് വന്നാൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ട് വളരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുക അപ്ഡേറ്റ്സ് എത്തുന്നതിന് വേണ്ടി. അതായത് മറ്റേതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും ലിങ്കുകൾ ഉപയോഗിച്ചിട്ട് വീഡിയോ കോളിംഗ് ആക്ടിവിറ്റി ശ്രമിക്കുന്നത് അപകടകരമാകും എന്ന് കമ്പനി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കൃത്യമായിട്ടുള്ള കമ്പനിയുടെ വാട്സാപ്പിൻ്റെ അപ്ഡേറ്റ്സ് എത്തിയാൽ മാത്രം ആ ആപ്പ് അപ്ഡേറ്റ് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ കോളിംഗ് ഇതിൽ ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. വാട്സാപ്പിൻ്റെ വീഡിയോ കോളിങ്ങിൻ്റെ ഒരു പ്രത്യേകത, ഈ വാട്സാപ്പ് കോളിംഗ് ഉള്ളപ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോ കോളിംഗ് നടക്കുമ്പോൾ തന്നെ ചാറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഏതായാലും ചാറ്റ് ചെയ്യുന്ന സമയത്ത് വീഡിയോ പോസ് ആകും എന്ന് മാത്രം. എന്നാൽ തിരിച്ച് വീണ്ടും വീഡിയോ കോളിംഗ് ഓപ്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും ചിത്രം പഴയതുപോലെ തന്നെ ആകുന്നുണ്ട്. എന്നാൽ ഐഫോൺ യൂസേഴ്സിനാകട്ടെ ഈ വീഡിയോ പോസ് ചെയ്യുന്നില്ല ടെക്സ്റ്റ് ചെയ്യുമ്പോൾ പോലും എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ. അതേസമയം ആൻഡ്രോയിഡ്, വിൻഡോസ് ഫോൺസിൽ വീഡിയോസ് പോസ് ആകുന്നുണ്ട് യൂസർ അതിൻ്റെ ഒരു ടെക്സ്റ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ചാറ്റിലേക്കോ പോകുമ്പോൾ. ഏതായാലും ഈ വാട്സപ്പിൻ്റെ വീഡിയോ കോളിങ്ങിലൂടെ ഒരു ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് സർവീസ് എന്ന തരത്തിൽ ലോകത്ത് ഇപ്പോൾ തന്നെ ഒരു കുത്തക ആയിട്ടുണ്ട് വാട്സപ്പ്. ആ മേധാവിത്വം അരക്കിട്ടുറപ്പിക്കുന്നതിനും ദീർഘകാലത്തേക്ക് എതിരാളികളെ തങ്ങൾക്കൊരു വെല്ലുവിളിയാകുന്നതിൽ നിന്നും അകറ്റി നിർത്താൻ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അഡീഷൻസിലൂടെ ഏതായാലും വാട്സപ്പിന് സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾ പോലെ തന്നെ അമ്പരപ്പിക്കുന്നതാണ് ഈ ടെക്നോളജിയുടെ സ്രഷ്ടാക്കളായ കമ്പനികളുടെ നിലപാടിൽ വരുന്ന മാറ്റങ്ങൾ. ഒരു കാലത്ത് കീരിയും പാമ്പുമായിരുന്ന മൈക്രോസോഫ്റ്റും ലിനക്സ് ഫൗണ്ടേഷനും ഒന്നിക്കുന്നു. അതായത് ലിനക്സ് ഫൗണ്ടേഷൻ്റെ പ്ലാറ്റിനം മെമ്പറായി മാറിക്കഴിഞ്ഞു മൈക്രോസോഫ്റ്റ്. ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റിയും മൈക്രോസോഫ്റ്റും ആജന്മ ശത്രുക്കളായിരുന്നു. ലിനക്സിനെ ക്യാൻസറിനോടായിരുന്നു മൈക്രോസോഫ്റ്റിൻ്റെ മുൻ സിഇഒയായ സ്റ്റീവ് ബാമർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്നു. ലിനക്സും മൈക്രോസോഫ്റ്റും കൈകോർക്കുകയാണ്. ഇതിന് പിന്നിലെ തലച്ചോറ് തീർച്ചയായിട്ടും മൈക്രോസോഫ്റ്റിൻ്റെ ഇന്ത്യൻ വംശജനായ സിഇഒ സത്യ നാദല്ല തന്നെയാണ്. സത്യ നാദല്ല മൈക്രോസോഫ്റ്റിൻ്റെ സിഇഒ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ തന്നെ ക്ലൗഡ് സർവീസിൽ മൈക്രോസോഫ്റ്റിൻ്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തും എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ പോളിസി അനുസരിച്ച് ക്ലൗഡ് സർവീസിലാണ് ഇപ്പോൾ ലിനക്സ് ഫൗണ്ടേഷനുമായി മൈക്രോസോഫ്റ്റ് ഒരു കരാറിൽ എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സഖ്യത്തിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലൗഡ് സർവീസിൽ ഇനി ലിനക്സ് മൈക്രോസോഫ്റ്റിന് ഒരു വെല്ലുവിളിയാകില്ല. ഏതായാലും ഒറാക്കിൾ പോലെയുള്ള കമ്പനികളെ, മറ്റു ട്രഡീഷണൽ ആയിട്ടുള്ള പരമ്പരാഗത എതിരാളികളെ നേരിടാൻ തീർച്ചയായിട്ടും ഈ ഒരു ബാന്ധവത്തിലൂടെ കഴിയും എന്നും സത്യ നാദല്ല ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഏതായാലും വളരെ മികച്ചൊരു തീരുമാനമെന്നാണ് മുൻ സിഇഒ ആയിട്ടുള്ള സ്റ്റീവ് ബാമർ പോലും സത്യ നാദല്ലയുടെ ഈ നടപടിയെ ഇപ്പോൾ പ്രകീർത്തിക്കുന്നത്. ഏതായാലും ഒരു സോഫ്റ്റ്വെയർ മേക്കർ എന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം മേക്കർ എന്ന തരത്തിൽ നിന്നും മൈക്രോസോഫ്റ്റിൻ്റെ നിലനിൽപ്പ് ക്ലൗഡ് സർവീസിലേക്കൊക്കെ തിരിച്ചുവിട്ടത് തീർച്ചയായിട്ടും സത്യ നാദല്ല തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയുടെ നിലനിൽപ്പിന്, അല്ലെങ്കിൽ അതിജീവനത്തിന്, പലയിടത്തും പരിങ്ങൽ നേരിടുന്ന മൈക്രോസോഫ്റ്റിൻ്റെ അതിജീവനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു തീരുമാനമാണ് പരമ്പരാഗത എതിരാളിയായ ലിനക്സ് ഫൗണ്ടേഷനുമായുള്ള ഈ ഒരു സഖ്യം.